ഫ്രണ്ട്സ്, അടുത്ത 15 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് സന്തോഷമാണ് വരാൻ പോകുന്നത് എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നോക്കാം. ഫസ്റ്റ് 9 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ജഡ്ജ്മെന്റ്, വാവ്. The Fool, 2 of Wands, Ace of Wands, King of Swords, Magician, Knight of Wands. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൺസ് ആണ്. ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് 9 ഓഫ് വാൺസ് ആണ്. നിങ്ങൾക്ക് ഇതുവരെ ഇവിടെ ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണാം. ഇത്രയും ദിവസം നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിൽ, അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം, അതും അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ, ജോലി സ്ഥലത്തുള്ള പ്രശ്നം, എന്തോ ആയിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങളും നേരിട്ട് നിങ്ങൾ ഇത്രയും ഒറ്റയ്ക്കിരുന്ന് ദുഃഖിച്ച് വേദനിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു എൻഡിങ് വരുന്നു എന്നാണ് കാണുന്നത്. 9 എന്ന് പറയുമ്പോൾ ഒരു എൻഡിങ് ആണ്. എൻഡിങ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂ ബിഗിനിങ്സ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു. അത് ഏത് കാര്യത്തിലായാലും. ഇവിടെ കാണുന്നുണ്ട് കുറേ കാക്കക്കൂട്ടങ്ങൾ കാണുന്നു. നിങ്ങളുടെ ലൈഫിൽ അതിന് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു മാനിഫെസ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രശ്നങ്ങളുടെ എല്ലാം എൻഡിങ് വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ഒരു പുതിയ തുടക്കം, അത് ജോലി സ്ഥലത്തുള്ള നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ആഗ്രഹിച്ച് വേണമെന്നിരിക്കും, അത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്. പിന്നെ ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആൾറെഡി ഞാൻ ഇവിടെ പറഞ്ഞു ഒത്തിരി സങ്കടപ്പെട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടെന്ന്. അതിനൊരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. നിങ്ങളുടെ ഭാഗത്തേക്ക് ന്യായം വരാൻ പോകുന്നു. അത് ഏത് സിറ്റുവേഷൻ ആയാലും നിങ്ങളുടെ സിറ്റുവേഷൻസുമായി നിങ്ങൾ കണക്ട് ചെയ്യുക. ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് കിട്ടുന്നത്. അതായത് നമ്മൾ നല്ല കർമ്മം ചെയ്തിട്ടും നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുകയോ വേദനിപ്പിക്കുകയോ മറ്റുള്ളവർ ദ്രോഹിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ചതിയോ വഞ്ചനയോ നടന്നിട്ടുണ്ടെങ്കിലും അതിനെല്ലാം ഒരു ന്യായം നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ന്യായം കിട്ടുന്നു. ഒരു പുതിയ തുടക്കം വരുന്നു. ഇവിടെ വന്നിരിക്കുന്നത് ഫൂലാണ്. ഫൂലും പറയുന്നത് ന്യൂ ബിഗിനിങ്സ് ആണ്. പുതിയ തുടക്കം. എന്തായാലും നിങ്ങളുടെ സന്തോഷം, നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നു. ഇവിടെ ഒരു വ്യക്തി കണ്ടോ, അത്രയും ഒരു ഹാപ്പി ആയിട്ട്, ഒന്നും നോക്കാതെ, ഒന്നിലും വറീഡ് ആവാതെ ഫ്രീ ആയിട്ട് നിൽക്കുന്നില്ല. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചത് അത്രയും ഒരു ഹാപ്പിനെസ്സിൽ നിങ്ങൾക്ക് വരും. അത് മാത്രമല്ല, നിങ്ങളിപ്പം കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അതിന് പറ്റിയ സമയമാണ്. നിങ്ങളൊരു ബിസിനസ്സോ കരിയറോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും നിങ്ങൾ ഒരു തുടക്കം, നിങ്ങൾ ആരുമായിട്ടെങ്കിലും ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിച്ച് അതിനൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ എല്ലാറ്റിനും ഒരു നല്ല സമയമാണ്. തുടങ്ങിക്കോളൂ എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഈ എൻഡിങ് എല്ലാം വന്ന് നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരും. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടും ഉണ്ട്. അതായത് മുമ്പോട്ട് ഒന്നും നോക്കാതെ, ഇവിടെ ഒരു കുഴിയുണ്ട്, അതൊന്നും നോക്കാതെ, ഒന്നും വറി ചെയ്യാതെ, അങ്ങനെയാവോ ഇങ്ങനെയാവോ, എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ നമുക്ക് 1000 ഡൗട്ട്സ് വരും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രപഞ്ചശക്തി നിങ്ങളുടെ കൂടെ നിന്ന് സഹായിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു മാറ്റം വരും എന്നാണ് കാണുന്നത്. ഇവിടെ 2 ഓഫ് വാൺസ് ഉണ്ട്. നിങ്ങളൊരു 2 സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്നെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരണമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു വ്യക്തി എന്തിനെയോ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മുമ്പിൽ കുറേ കാര്യങ്ങളുണ്ടാവാം. പക്ഷെ നമ്മൾ അതൊന്നും ഫോക്കസ് ചെയ്യില്ല. ഇവിടെ രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾ ഒന്നിന് തന്നെ പിടിച്ച് ഇത് തന്നെ വേണം. രണ്ടിനെയും കൂടെ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നതിനെ നിർത്തിയിട്ട് ഇനി നമുക്ക് എന്താണോ വേണ്ടതെന്ന് നിങ്ങളൊരു തീരുമാനം എടുത്ത് അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ജഡ്ജ്മെൻറ്റും ന്യൂ ബിഗിനിങ്സും ആണ്. രണ്ട് സിറ്റുവേഷൻ, അത് എന്തോ ആവാം, റിലേഷൻഷിപ്പ് ആവാം, കരിയർ, എന്ത് കാര്യത്തിലായാലും ഇങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കും. ഒന്നും മുന്നോട്ട് പോകില്ല. സോ നിങ്ങൾ അതിനെ വിട്ടിട്ട് നിങ്ങളുടെ കാര്യങ്ങളിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. വന്നിരിക്കുന്ന ഏസ് ഓഫ് വൺസ് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ ഫൂലും ന്യൂ ബിഗിനിങ്സ്, ഏസ് ഓഫ് വൺസും ന്യൂ ബിഗിനിങ്സ്, 9 ഓഫ് സോർഡ്സും പറയുന്ന ന്യൂ ബിഗിനിങ്സ് ആണ്. മസ്റ്റായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കും. പിന്നെ ഏസ് ഓഫ് വൺസും നിങ്ങളോട് ഒരു ഐഡിയ ഉണ്ട്. ഇതും കാണുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും കരിയർ ആയാലും ജോലി ആയാലും എന്തെങ്കിലും ഒരു തുടങ്ങണമെന്ന് അതിൽ മടിച്ചു നിൽക്കാതെ, ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് വറീഡാവാതെ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഞാനിങ്ങനെ ചെയ്താൽ, അങ്ങനെയൊക്കെ ചിന്തിക്കാതെ നിങ്ങളൊരു ആക്ഷൻ എടുക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുവഴി നിങ്ങൾക്കൊരു സക്സസ് വരും. നമ്മുടെ ഇൻഡ്യൂഷൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്യൂ എന്ന്. പക്ഷെ നമ്മൾ ആ കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കും.
അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരൂ. തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾക്ക് സക്സസും നിങ്ങൾ ആഗ്രഹിച്ച ലൈഫിൽ നിങ്ങൾ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. ഇവിടെ കിങ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, പലപ്പോഴും നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല കാര്യങ്ങളും ഇവിടെ നോ പറയണമെന്ന് തോന്നും, പക്ഷെ നമ്മൾ അതിനെ പറയില്ല. മനസ്സിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ നീറിയിരിക്കും. അവിടെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാനിങ്ങനെ പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് നഷ്ടപ്പെടുമല്ലോ, എൻ്റെ ബന്ധങ്ങൾ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് അവിടെ നമ്മൾ എസ് പറഞ്ഞിട്ട് നമുക്കിഷ്ടമില്ലാത്ത കാര്യം ചെയ്ത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ പുകഞ്ഞിരിക്കും. പക്ഷേ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് എന്താണോ വേണ്ടത് അതിന് ഓപ്പണായിട്ട് കട്ട് ആൻഡ് റൈറ്റായിട്ട് മുഖത്ത് നോക്കി പറയൂ എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടും. എന്ത് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയാലും അവിടെ നമുക്ക് ശരിയില്ല, നീ ശരിയില്ല അങ്ങനെയൊക്കെ മറ്റുള്ളവർ പറഞ്ഞാൽ പോലും അവിടെ നിന്ന് നമ്മൾ എപ്പോൾ നോ പറയാനെടുത്ത് നോ പറയുന്നോ അവിടെ നിന്ന് നമ്മൾ ഫ്രീ ആവുകയാണ്. നമുക്കുള്ളിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയും. അങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴേ നമുക്ക് കറക്റ്റ് ഡിസിഷൻ എടുക്കാനും കറക്റ്റായിട്ടുള്ള പാതയിൽ നമുക്ക് പോകാനും കഴിയും. സോ നിങ്ങളടുത്ത് തുറന്ന് പറയും. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണമെന്നാണ് പറയുന്നത്. അത് റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ എന്ത് കാര്യം വർക്ക് പ്ലേസിലായാലും നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തുറന്നു പറയൂ എന്നാണ് പറയുന്നത്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പിൽ വേണമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരും എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് പേർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി ചിലപ്പോൾ കുറച്ച് ഏത് വ്യക്തിയായാലും കുറച്ച് ഈഗോ ഒക്കെ ഉള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത്. സോ എങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ അങ്ങോട്ട് പോയി പറയും. ചിലപ്പോൾ ആ വ്യക്തി ഇങ്ങോട്ട് വന്ന് പറയണമെന്നില്ല. കാരണം അവർക്ക് കുറച്ച് ഈഗോ ഉണ്ട്. മനസ്സിൽ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ ആയിരിക്കും ആ വ്യക്തി ഫീലിങ്സ് നിങ്ങളോട്. പക്ഷേ ഓ മൈ ഗോഡ്, ദ മജീഷ്യൻ. ഇവിടെയും എനിക്ക് 1 ഇവിടെ എല്ലാം ഞാൻ കഴിഞ്ഞിട്ട് 1 ആണ്, ഫുൾ 1 ആണ്, ഏസ് ഓഫ് വോൺസ് 1 ആണ്, മജീഷ്യൻ 1 ആണ്. 1 വന്നു. തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ്സ് ആണ്. നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പർ 111 അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ എന്തോ നിങ്ങൾ ഒരു ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് അതിൽ ഒരു ആഗ്രഹിച്ച മാറ്റം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കറക്റ്റ് റൂട്ടിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് വാൺസ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരും എന്നാണ് കാണുന്നത്. അതായത് നിങ്ങളൊരു കാര്യം അത്രയും ഒരു റെസ്പോൺസിബിൾ ആയിട്ടും ഫോക്കസ്ഡ് ആയിട്ടും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് കിട്ടും എന്നാണ് കാണുന്നത്. നിങ്ങളൊക്കെ അങ്ങനെയുള്ള വ്യക്തികളെന്നാണ് കാണുന്നത്. ഒരു കാര്യം ഏറ്റെടുത്താൽ അതിപ്പോൾ റിലേഷൻഷിപ്പിലായാലും എന്തിലായാലും നിങ്ങൾ വളരെ കമ്മിറ്റഡ് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾ ഒരു സീരിയസ് ആയിട്ടാണ്, ഒരു തമാശയായിട്ടല്ല. അതുകൊണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷം നിങ്ങളിലേക്ക് എത്തിച്ചേരും. പിന്നെ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന ക്യൂൻ ഓഫ് വാൺസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മാനിക്കപ്പെടുന്ന രീതിയിൽ എത്തിച്ചേരും എന്നാണ്. നിങ്ങൾ എന്ത് കാര്യത്തിൽ നിങ്ങളൊരു ആക്ഷൻ എടുത്ത് പോകുന്നോ ആ സ്ഥലത്ത് നിങ്ങൾ മാനിക്കപ്പെടും. നിങ്ങൾ മറ്റുള്ളവരെ തിരിച്ചറിയുന്ന രീതിയിൽ നിങ്ങൾ എത്തിച്ചേരും. അതിപ്പം മണിയുടെ കാര്യത്തിലാണെങ്കിലും കരിയർ ബേസിലാണെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ കുറച്ച് റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് ഗീവിങ് നേച്ചറാണ്. എല്ലാം അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. സോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതേസമയം നിങ്ങളെയും നിങ്ങൾ കെയർ ചെയ്യണം, സെൽഫ് ലവ് ഒക്കെ ചെയ്യണമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഓവറോൾ എനർജി പറയുന്നത് നിങ്ങൾ ഒരു കരിയർ ബേസ് ആയാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും അത്രയും ഒരു റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ എത്തിച്ചേരും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ല മാറ്റം തന്നെ നിങ്ങളുടെ ലൈഫിൽ വരും എന്നാണ് കാണുന്നത്. ഒരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.